ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ തീയൽ. അതിൽ ഉള്ളി തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളി തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് തീയലിന് ആവശ്യമായ ഒരു അരപ്പിൻ്റെ കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളർ ആയാൽ മതിയാവും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ നന്നായിട്ട് ഒരേപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാനും ബ്രൗൺ കളറായി കിട്ടാനും നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ വളരെ നല്ലത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരേപോലെ തന്നെ എല്ലാ തേങ്ങയും ഒരേപോലെ പെട്ടെന്ന് വാടിക്കിട്ടും. അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞ് ഒന്ന് വാടി അങ്ങനെ നിൽക്കും. നന്നായിട്ട് അരച്ചെടുക്കാനല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് വാടിക്കിട്ടും. നിങ്ങളടുത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുരുമുളക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് കുരുമുളകിൻ്റെ പൊടി ആയതുകൊണ്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം ബാക്കി പൊടികളുടെ കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചൂടിൽ തന്നെ വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ജനാലയുടെ വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് കാണാത്തത് കേട്ടോ. തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ച മണമൊന്ന് മാറി കിട്ടുന്നവരെ ഈ ഒരു ചൂടിൽ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായതുകൊണ്ട് കരിഞ്ഞു പോവില്ല. നമ്മളിപ്പോൾ ഫ്ലെയിമിൽ തന്നെ ഇടുവാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഈ ഒരു ചൂടിൽ നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. ഞാനൊരു 2 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അരച്ചെടുക്കേണ്ടതുണ്ട്. ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ഇത് കരിഞ്ഞു പോവും. വേറൊരു പാത്രത്തിലാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതുപോലെ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ കൂട്ട് മതി കേട്ടോ. നമുക്ക് ഏത് തീയൽ ഉണ്ടാക്കാനും ഈ ഒരു കൂട്ട് മതിയാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് വരാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ലൈറ്റ് കളറായിട്ടാണ് നമുക്ക് കിട്ടുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കൂട്ട് ചേർക്കുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അരയ്ക്കുമ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം.
ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം തന്നെ കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നിട്ട് വെള്ളം ചേർക്കാതെ ഉള്ളതാണ്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് അരച്ച് വരുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിക്കോളും കേട്ടോ. അങ്ങനെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. കണ്ടോ ഇപ്പം തന്നെ ഒരല്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒരു തവണ അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല പേസ്റ്റ് പോലെ വെള്ളം ചേർക്കാതെ ആ ഒരു എണ്ണയിൽ തന്നെ അരച്ചെടുത്തുകൊണ്ടാണ് ഇത്രയും ഒരു കൊഴുപ്പ്. ഇനി നമുക്കിത് കൂട്ട് അടുപ്പത്ത് വെക്കുമ്പോൾ നമുക്ക് ജാറൊക്കെ കഴുകിയിട്ട് ഒഴിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അധികം വലിപ്പമില്ലാത്ത ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഒന്ന് നെടുകെ കീറി ചെറിയൊരു അധികം ചെറുതാക്കണ്ട, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉള്ളി വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സിയുടെ ജാറിലുള്ളതെല്ലാം ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. നമ്മുടെ ഉള്ളിത്തീയൽ എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ ഒരു പരുവത്തിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാൻ നോക്കിയപ്പോൾ കണക്കായിരുന്നു. നമ്മൾ ചേർക്കുന്ന പുളിയുടെ അളവിനനുസരിച്ച് ഉപ്പിൽ മാറ്റം വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറുകി വന്നിട്ട് നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാമേ. ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിത്തീയൽ. ഇതിൽ ചേർക്കുന്ന അരപ്പിൻ്റെ കൂട്ടില്ലേ, അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഉള്ളിത്തീയലിന് കൊടുക്കുന്നത്. ഏത് തീയലിന് വേണമെങ്കിലും ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.